മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച ആ മുഖം ഇനി ഓർമ്മകളിൽ മാത്രം. മലയാള സിനിമയുടെ പ്രിയതാരം, ദേശീയ പുരസ്കാര ജേതാവ്, ഹാസ്യത്തിൻ്റെ അതുല്യ പ്രതിഭ സലീം കുമാർ 2026 ജൂൺ 6-ന് 56-ാം വയസ്സിൽ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാള സിനിമയ്ക്ക് തീരാനഷ്ടമാണെന്ന് സിനിമാ ലോകവും ആരാധകരും ഒരുപോലെ വിലയിരുത്തുന്നു. എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ ജനിച്ച സലീം കുമാർ സാധാരണ കുടുംബത്തിൽ നിന്നാണ് കലാജീവിതത്തിലേക്ക് എത്തിയത്. സിനിമയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ ചുവടുവയ്പ് മിമിക്രി വേദികളിലൂടെയായിരുന്നു. ആളുകളെ ചിരിപ്പിക്കാനുള്ള അസാധാരണ കഴിവ് വളരെ വേഗം അദ്ദേഹത്തെ കേരളത്തിലെ ജനപ്രിയ കലാകാരന്മാരിൽ ഒരാളാക്കി. പിന്നീട് ടെലിവിഷൻ പരിപാടികളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും അദ്ദേഹം ശ്രദ്ധ നേടി. 1990കളുടെ അവസാനത്തിൽ സിനിമയിലെത്തിയ സലീം കുമാർ 2000-ൽ മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയ ഹാസ്യനടനായി മാറി. CID മൂസ, പുലിവാൽ കല്യാണം, മീശ മാധവൻ, തൊമ്മനും മക്കളും തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ ഇന്നും മലയാളികളുടെ നിത്യസംസാരത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളും ഭാവപ്രകടനങ്ങളും മലയാള സിനിമയിലെ കോമഡിക്ക് ഒരു പുതിയ ഭാഷ തന്നെ സമ്മാനിച്ചു. എന്നാൽ സലീം കുമാർ വെറും ഹാസ്യനടൻ മാത്രമായിരുന്നില്ല. തൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെയായിരുന്നു. അബു എന്ന സാധാരണ മനുഷ്യൻ്റെ ജീവിതം അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ രാജ്യം മുഴുവൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ആ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. അച്ഛനുറങ്ങാത്ത വീട്, പെരുമഴക്കാലം തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനവും അദ്ദേഹത്തിൻ്റെ അഭിനയ വൈവിധ്യം തെളിയിച്ചു. 3 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ 300-ലധികം സിനിമകളിൽ അഭിനയിച്ച സലീം കുമാർ സംവിധായകനായും തിരക്കഥാകൃത്തായും തൻ്റെ കഴിവ് തെളിയിച്ചു. ഹാസ്യവും ഗൗരവവും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ അപൂർവ പ്രതിഭകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. വ്യക്തിജീവിതത്തിൽ ഭാര്യ സുനിതയും മക്കളായ ചന്തുവും ആരോമലും അദ്ദേഹത്തിൻ്റെ ലോകമായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളോട് വർഷങ്ങളോളം പോരാടിയ അദ്ദേഹം ഒടുവിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് വിട പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞതോടെ സിനിമാ ലോകവും രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരും അനുശോചനം രേഖപ്പെടുത്തി. സലീം കുമാർ എന്ന പേര് ഇനി ഒരു നടൻ്റെ പേര് മാത്രമല്ല, അത് മലയാളികളുടെ ചിരിയുടെയും ഓർമ്മകളുടെയും ഒരു കാലഘട്ടമാണ്. അദ്ദേഹം വിടവാങ്ങിയെങ്കിലും അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും തലമുറകളോളം മലയാളികളുടെ മനസ്സിൽ ജീവിച്ചു കൊണ്ടിരിക്കും. ആ മഹാനായ കലാകാരന് മിനി ടാക്കീസിൻ്റെ ആദരാഞ്ജലികൾ.